എന്തായിരുന്നു ഇവിടെ സംഭവം പറയും? അതെനിക്ക് ഓപ്പണായിട്ട് പറയാൻ പറ്റത്തില്ല. എനിക്കൊരു മര്യാദയുണ്ട്. മനസ്സിലായോ? ഇയാള് പറയുന്നില്ല എന്താ സംഭവം എന്നുള്ളത്. പൊതു സ്ഥലത്ത് വെച്ച് കാണിക്കാൻ കൊള്ളാത്തതാണ്. പൊതു സ്ഥലത്ത് വെച്ചിട്ട് കാണിക്കാൻ കൊള്ളാത്തതോ? എന്ത് കഷ്ടം. എന്തിനങ്ങോട്ട് മാറണം? സുഹൃത്തുക്കളെ, ഈ വീഡിയോ മുഴുവനായിട്ട് ഞാൻ നിങ്ങൾക്ക് വെച്ചുതരാം. അതിന് മുന്നേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് മറ്റൊന്നുമല്ല. ഒരു പെണ്ണിന് നമ്മുടെ നാട്ടിൽ ഇഷ്ടമുള്ള വേഷം ധരിക്കാനുള്ള അവകാശം ഇല്ലേ എന്നുള്ളതാണ് എന്റെ ചോദ്യം. കഴിഞ്ഞ ദിവസം നമ്മൾ തമ്മിൽ എന്ന് പറയുന്ന 24 ന്യൂസിൽ ഒരു ശ്രീകണ്ഠൻ നായർ ഷോ ഉണ്ടായിരുന്നു. ആ ഷോയില് എന്തെല്ലാം കാര്യങ്ങളാണ് അതിൽ നടന്നതെന്നും അതിൽ കുറച്ചു ഭാഗങ്ങൾ നമ്മൾ റിയാക്ട് ചെയ്തിരുന്നു. ഇനി എന്തെല്ലാം കാര്യങ്ങൾ അതിൽ പിന്നീട് നടന്നെന്നുള്ളത് നിങ്ങൾക്ക് അറിയണ്ടേ? ഒരുപാട് കാര്യങ്ങൾ അതിൽ നടന്നു സുഹൃത്തുക്കളെ. അപ്പൊ ആ വീഡിയോ ഒരു 5-6 മിനിറ്റ് വീഡിയോ ആണ്. ആ വീഡിയോ ഞാൻ ഇവിടെ പ്ലേ ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി സംസാരിക്കാം. ഓക്കെ. മോഡൽ ഡ്രസ്സ് ഇടുക എന്ന് പറയുമ്പോൾ അത് ആൾക്കാരുടെ കാഴ്ചപ്പാടിലാണ് വ്യത്യാസം. അവർ കുട്ടികൾ ആ ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ എന്താ ഒരു കുഴപ്പമുള്ളത്? അപ്പൊ കുട്ടികൾ അവർക്ക് കംഫർട്ടബിളും അവർക്ക് ആത്മവിശ്വാസവും തോന്നുന്ന സാറ് പറഞ്ഞു എന്താ ഡ്രസ്സ്, അതായത് സ്ത്രീകൾ അണിയുന്ന ഡ്രസ്സിലെ വെച്ചിട്ട് വശീകരിക്കുന്നു, ആണുങ്ങളെ വശീകരിക്കുന്നു എന്നുള്ള ഒരു വാക്ക് അവിടെ ഉപയോഗിച്ചു. അപ്പൊ എന്റെ ചോദ്യം ഇതാണ്, ഈ സ്ത്രീകള് ചുരിദാറും ഈ പറഞ്ഞ പർദ്ദ, സാരി അതുപോലെ ഫുള്ള് മറിച്ച് നടക്കുകയാണെങ്കിൽ ഇവിടെ ഈ പീഡനങ്ങൾ പോലെയുള്ള അല്ലെങ്കിൽ സെക്ഷൽ ആക്ടിവിറ്റി അല്ലെങ്കിൽ അതുപോലെയുള്ള അട്രാക്ഷൻ അല്ലെങ്കിൽ അത്രയും നല്ല ആണുങ്ങൾ മാത്രമേ ഉണ്ടാവും ഇവർക്ക് ഉറപ്പ് പറയാൻ പറ്റുമോ? സാർ ഒരു ചോദ്യം കൂടി. അപ്പൊ പിന്നെ പറഞ്ഞു, ഈ സ്ത്രീകൾ ഏറ്റവും മോഡേൺ ഡ്രസ്സ് ഇട്ട് നടക്കുമ്പോ ആണുങ്ങളെ മാത്രമാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നത് ആണുങ്ങളാണെന്ന് പറഞ്ഞു. പക്ഷെ അതിനോട് യോജിക്കാൻ സാറോട് ഏതെങ്കിലും പെണ്ണുങ്ങൾ പറഞ്ഞിട്ടുണ്ടോ ഞങ്ങൾ അത് മൈൻഡ് ചെയ്യാറില്ല? എന്റെ ഇത് വെച്ചിട്ട് ഇവിടെ ഇരിക്കുന്ന എല്ലാവരും വെച്ചിട്ടും ഇപ്പോഴത്തെ ജനറേഷൻ ആയിക്കോട്ടെ, ഇവിടെ ഇരിക്കുന്ന ഏത് പ്രായമായാലും പറയും ഒരു പെൺകുട്ടി ഇപ്പൊ മേഡത്തിനെ പറഞ്ഞു ആ ഡ്രസ്സ് എല്ലാവരും ശ്രദ്ധിച്ചു, ഏത് പ്രായക്കാരും ശ്രദ്ധിച്ചു, ആണുങ്ങൾ ശ്രദ്ധിച്ചു, പെണ്ണുങ്ങൾ ശ്രദ്ധിച്ചു. അതുപോലെ ഇതിനും കാട്ടി മോഡേൺ ആയിട്ടായാലും ഈ പറഞ്ഞ സാരി ആയാലും പർദ്ദയായാലും എത്ര വേടായിട്ടുള്ള ഡ്രസ്സാണ് ഈ പോലും അത് പെൺകുട്ടികളായിരിക്കും ഫസ്റ്റ് ശ്രദ്ധിക്കാം. കാരണം നമ്മളാണ് അത് ജഡ്ജ് ചെയ്യുന്നത്, നമുക്ക് ഇഷ്ടപ്പെടുന്നത്. ആണുങ്ങൾ ശ്രദ്ധിക്കുന്നതിനെ കാട്ടി അത് അത് ആദ്യം അന്വേഷിക്കണം, അത് ആണുങ്ങൾ മാത്രമാണോ അത് ജഡ്ജ് ചെയ്യുന്നത്. എന്താ ഉണ്ടായത്? ഞാൻ ആക്ച്വലി 2025 ഏറ്റവും കൂടുതൽ ഈ സദാചാരം എന്നുള്ള വിഷയത്തിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളതും റീക്രിയേറ്റ് ചെയ്തിട്ടുള്ള വീഡിയോസ് വന്നതും എല്ലാം എൻ്റെ പേരിലാണ്. അപ്പം എനിക്കെതിരെ ഒരു സദാചാര പോലീസിൻ്റെ ഒരു അനുഭവം ഉണ്ടായ സമയത്ത് ഞാനത് ആൾക്കാരിൽ തുറന്ന് കാണിക്കാൻ വേണ്ടി ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു. ഞാനും എൻ്റെ വൈഫും കാറിൽ പോകുന്ന വഴിക്ക് എനിക്ക് ദേഹാസ്വസ്ഥ ഉണ്ടാവുകയും ഞാൻ വണ്ടി ഒതുക്കി നിർത്തി കുറച്ച് റെസ്റ്റ് എടുത്തു. അപ്പോൾ അവിടെ ഒരാളുടെ വീടിൻ്റെ വഴിയിലാണെന്നാണ് അവർ വാദിക്കുന്നത്. പക്ഷേ വഴിയിലല്ല, കുറച്ച് മുന്നേക്ക് മാറ്റി നിർത്തിയിട്ടാണ് ഞാൻ റെസ്റ്റ് എടുത്തത്. അപ്പോൾ ഈ സംഭവം നടന്ന സ്ഥലം എവിടെയാ? തൃക്കണമംഗൽ SKV സ്കൂളിൻ്റെ അവിടെ നീറ്റീസിലേക്ക് പോകുന്ന വഴിക്കായിരുന്നു. അതെ, പ്രേക്ഷകരെ കാണിച്ചു കൊടുത്താലോ? എടുക്കുക എടുക്കുന്നതിന്റെ ഞാൻ എന്താ കണ്ടെന്ന് പറ. ശരി, കണ്ടില്ല. ശരി, ഞാനും എൻ്റെ ഭാര്യയും കൂടെ ഇവിടെ ഇന്ന് ഹോസ്പിറ്റലിൽ പോയിട്ട് BP ലോ ആയിട്ട് ഞാനിവിടെ കൊണ്ടുവന്ന് വണ്ടി ഒതുക്കി, ഇവിടെ കൊണ്ടുവന്ന് വണ്ടി ഒതുക്കി ഇവിടെ കൊണ്ട് നിട്ടിരുന്ന ഞാൻ എൻ്റെ ഭാര്യയുടെ അടുത്തോട്ട് ഞാൻ തലവെച്ച് ഇങ്ങനെ കിടന്നപ്പോൾ ഈ വീട്ടിലുള്ളൊരു പെങ്കൊച്ച് അത് കണ്ടിട്ട് പറയുക ഞങ്ങൾ ഇവിടെ വേറെന്തോ കാർ ഒതുക്കിയിട്ട് വേറെന്തോ പരിപാടിയായിരുന്നു, ഇവള് ഭാര്യയും ഭർത്താവാണെന്നുള്ള അറിഞ്ഞിട്ടില്ല. ആരോ ആയിക്കോട്ടെ, മറ്റൊരാളുടെ സ്വകാര്യതയിൽ കയറി എത്തി നോക്കിയിട്ട് പറയുക, നാട്ടുകാരെയൊക്കെ വിളിച്ചു കൂട്ടി, ഏതോ ഒരു പുള്ളിക്കാരനൊക്കെ ഇപ്പോൾ വിളിച്ചു കൂട്ടിയിട്ട് പറയുക ഇതേപോലെ ഞങ്ങൾ ഈ കാറിനകത്ത് വേറെ പരിപാടിയായിരുന്നു. അത് പറയാൻ പുള്ളിക്കാരിക്ക് നാണമുണ്ട്, മാനമുണ്ട്. ബാക്കി ആർക്കും നാണോ മാനമൊന്നും ഇല്ലേ? പറയും ഞങ്ങൾ എന്ത് ചെയ്യുന്നുള്ളത് നിങ്ങൾ പറയും. അവള് കണ്ട കാര്യം പറഞ്ഞു, എന്ത് ചെയ്യുന്നുള്ളത് പറയൂ നിങ്ങള്. ഇല്ല, സൗകര്യം ഇല്ല. എനിക്ക് എന്റെ അവകാശം, മര്യാദ ഒന്നുമല്ല, എന്റെ അവകാശം. എന്താ പറ? വീടിന്റെ വഴിയിൽ എന്തിനു വന്ന് കിടക്കുന്നുണ്ടോ? ഇയാളുടെ വീടിന്റെ വഴിയാണോ ഇത്? ഞാൻ ഹോസ്പിറ്റലിൽ പോയിട്ട് BP ലോ ആയിട്ട് വന്ന് കിടക്കുന്നു. ഇവിടെ വന്ന് കിടന്നപ്പോ ഇവര് വന്നിട്ട് നമ്മുടെ അടുത്ത് പറയാ വീടിന്റെ വാറൊക്കെ കിടന്നുകൊണ്ട് ഇവർ എന്താ കാണിക്കുന്നതെന്ന് ചോദിക്കുക. എന്താ ഇത്? എന്റെ റൈറ്റാ. എന്താ കാര്യം? അതെന്താ സംഭവം? എടുക്കുക, എവിടെ വരെ പോകുന്നുള്ളത് നോക്കാം. പേഴ്സണലായിട്ട് കാര്യമല്ല, ഇയാളടുത്ത് പേഴ്സണൽ സംസാരിക്കാൻ എനിക്കൊന്നുമില്ല. പേഴ്സണലോ? എന്ത് പേഴ്സണലോ? ഞാൻ ഇയാളും തമ്മിൽ എന്ത് പേഴ്സണലാ ഉള്ളത്? ഞങ്ങള് പേഴ്സണലായിട്ട് സംസാരിക്കുന്ന ഈ കാറിനകത്താ. അത് വന്ന് ഒളിഞ്ഞു നോക്കിയത് ഇയാളാ. വന്ന വഴി കണ്ടെങ്കിൽ ഇയാൾക്ക് എന്താ കണ്ടേ? ഇയാൾ എന്താ കണ്ടെന്ന് പറ. ശരി, കണ്ടില്ല. ശരി, കണ്ടു. എനിക്ക് എന്നെ കണ്ടില്ല, ഈ സീറ്റിൽ ചേച്ചിയെ കണ്ടു. എന്തായിരുന്നു ഇവിടെ സംഭവം പറയും? അതെനിക്ക് ഓപ്പണായിട്ട് പറയാൻ പറ്റത്തില്ല. എനിക്കൊരു മര്യാദയുണ്ട്. മനസ്സിലായോ? ഇയാള് പറയുന്നില്ല എന്താ സംഭവം എന്നുള്ളത്. പൊതു സ്ഥലത്ത് വെച്ച് കാണിക്കാൻ കൊള്ളാത്തതാണ്. പൊതു സ്ഥലത്ത് വെച്ചിട്ട് കാണിക്കാൻ കൊള്ളാത്തതോ? എന്ത് കഷ്ടം. എന്തിനങ്ങോട്ട് മാറണം? നിങ്ങൾ രണ്ടുപേരുടെ അങ്ങോട്ട് നോക്കി തുറച്ചു നോക്കുന്നത്. ഇത് നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുക. നിങ്ങൾ
അത് തന്നെ. പിന്നെ ഞങ്ങൾ എന്തിനു പേടിച്ച് വണ്ടി മാറ്റിയിടണം? നിങ്ങൾ പറഞ്ഞാൽ ഒരു പോയിന്റും ഇല്ല. നിങ്ങൾ അല്ലെങ്കിൽ തെളിച്ചു പറയണം എന്ത് മോശമായ പ്രവൃത്തി ഇതിൽ കണ്ടു. എടുക്കുക, എടുക്കുന്നതിന്റെ തരിപ്പ് തന്നെയാ. ഇപ്പൊ വേണമെങ്കിൽ സമയം വരെ നോക്കിക്കോ. OPT സമയം എന്തായാലും വേറെ എഴുതാൻ പറ്റത്തില്ലല്ലോ. ഇവനിങ്ങനെ ആവശ്യമില്ലാത്ത കാര്യത്തിൽ കയറി ഇടപെടാൻ നീ എടുക്കാൻ ഒരു കാര്യമില്ല. കണ്ടേ പകുതി റോഡിൽ നടക്കുന്നത്, റുവാക്കി റോഡ് സൈഡിലും. അവരുടെ വീട്ടിലോട്ട് ചേർത്തോ അല്ലെങ്കിൽ വഴിയിലോട്ട് കയറ്റിയോ ഒന്നും അല്ല ഇട്ടേക്കുന്നത്. റെസ്റ്റ് എടുക്കണമെന്നുണ്ടെങ്കിൽ വഴി തന്നെ റെസ്റ്റ് എടുക്കണം. തലവേദന എടുത്തോണ്ട് വണ്ടി ഓടിക്കാൻ പറ്റത്തില്ല. വന്ന് ചോദിച്ചില്ല എന്റെ വണ്ടി ഇവിടെ ഇടുന്നേ, മാരിയോട് ചോദിക്കാം, കാര്യം ഞങ്ങൾ പറഞ്ഞേനെ. അതായത് അവർ ചോദിച്ചിട്ടില്ല. അവരെല്ലാം റൂഡായിട്ട് തന്നെ സംസാരിച്ചത്. ഞങ്ങൾക്ക് ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല. കേട്ടല്ലോ. അപ്പൊ ഭാര്യയാണെന്ന് നിങ്ങൾ പറഞ്ഞില്ലേ? ഭാര്യ ഭർത്താവൂടാണ്. അത് കുറച്ച് മുന്നേ തന്നെ പുള്ളിക്കാരി അവിടെ നോക്കി ഈ കുട്ടി നമ്മുടെ അവരുടെ വീടിന്റെ ഫ്രണ്ട് നിന്നിട്ട് ഞങ്ങളെ കുറിച്ച് നോക്കുന്നുണ്ടായിരുന്നു. ആള് ജോലി കഴിഞ്ഞ് നമ്മുടെ കാറിന്റെ സൈഡിൽ സംശയിച്ചായിരിക്കും നിങ്ങളെ ചിലപ്പോൾ. ഞാൻ എന്റെ ഭാര്യയുടെ മടിയിൽ തലവെച്ച് കിടന്നു എന്നുള്ള സത്യമാണ്. അപ്പോൾ വണ്ടിയുടെ സൈഡിലൂടെ ഇദ്ദേഹം നടന്നിങ്ങനെ വന്ന് വീട്ടിലോട്ട് കയറിയ വഴിക്ക് കാറിനകത്തേക്ക് നോക്കി ഞാൻ മടിയിൽ തല വെച്ച് കിടക്കുന്നു. അപ്പോൾ അത് കണ്ടിട്ട് തെറ്റിദ്ധരിച്ചിട്ട് ഒന്ന് ചോദിച്ചതാണ്. ആളാണ് ആദ്യം കൊടുത്തത്. ഞാൻ വീഡിയോ എടുത്ത് തെറ്റായ രീതിയിൽ പ്രചരിപ്പിച്ചു. കാരണം ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ അത്യാവശ്യം കണ്ടന്റ് ഒക്കെ ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ അത് വെച്ചിട്ട് ഞാനൊരു ആൾക്കാർ കണ്ടോ ഇത്? ഇപ്പൊ ഒരു 12 മില്യൺ. 12 മില്യണോ? അതെ അതെ. 1,20,00,000 ആൾക്കാർ കണ്ട വീഡിയോ ആണോ നമ്മളിപ്പോ കണ്ടത്? അതെ അതെ അതെ. അപ്പൊ അവരുടെ ആവശ്യം എന്ന് പറഞ്ഞാൽ വീഡിയോ ഡിലീറ്റ് ചെയ്യണം, അതേപോലെ ഞാനൊരു സോറി പറയണം, അങ്ങനെയൊക്കെ ആയിരുന്നു. ഞാൻ അതിന്റെ പേര് കേസെടുത്ത് കാണുമല്ലോ ഈ കുട്ടികളെ കുറിച്ച് ഇങ്ങനെ പ്രചരിപ്പിച്ചതിന്. ഒരാളെ വിളിച്ചു വരുത്തിയിരുന്നു. ആ വിളിച്ചു വരുത്തിയ ആളാണ് ആക്ച്വലി ചോദിക്കാതെ എന്റെ വീഡിയോ എടുത്തത്. അതിനുശേഷമാണ് ഞാൻ വീഡിയോ എടുത്ത് തുടങ്ങിയത്. ഫോൺ വെച്ചിട്ട് വീഡിയോ എടുത്തു. അപ്പൊ നമ്മൾ അതിനെതിരെ ഒരു വീഡിയോ എടുത്തു. അവർ പറയുന്നുണ്ട്. ഇത് കഴിഞ്ഞതിന് ശേഷം എപ്പോഴെങ്കിലും മാപ്പ് പറഞ്ഞു അവര്? ഇല്ല, അവർക്ക് ബോധ്യപ്പെട്ടോ? കേസ് കിടക്കുന്നു, നിലവിലുണ്ടോ കേസ്? അല്ല, അവർ കോടതി ത്രൂ മൂവ് ചെയ്യാന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. എങ്ങനെ പോയാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല, കേസ് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. നാട്ടുകാരുടെ ഒരു പിന്തുണ എങ്ങനെയായിരുന്നു? നാട്ടുകാരെ പൗരാവലി എന്ത് പറഞ്ഞു? അയ്യോ, എല്ലാം നേരെ തിരിച്ചായിരുന്നു. ഇപ്പൊ നമ്മളത് വീഡിയോ പോസ്റ്റ് ചെയ്തു, അതിനുശേഷം കാര്യങ്ങളെല്ലാം തിരികെ ചെയ്ത്. ഞാൻ റീച്ചിന് വേണ്ടിയാണ് പോസ്റ്റ് ചെയ്തപ്പോ മാരേജ് സർട്ടിഫിക്കറ്റ് പോസ്റ്റ് ചെയ്യണ്ടായിരുന്നു, ജനങ്ങൾക്ക് ഒരു വിശ്വാസ്യത കിട്ടാൻ വേണ്ടി. അവിടുത്തെ ലോക്കൽ ചാനൽസ് എല്ലാം പിന്നെ ഇതിനകത്ത് ഇടപെട്ട് കാര്യങ്ങൾ തിരിക്കുകയാണ് ഉണ്ടായത്. ഞാൻ മനഃപൂർവ്വം അവിടെ പോയി റീച്ചിന് വേണ്ടി പോയി നിൽക്കുകയാണ്. നമുക്ക് ആന്റണി സാറിനോടൊന്ന് ചോദിക്കാം. ആന്റണി സാറേ, ഇതിപ്പോ ഒരു പ്രശ്നമായിരിക്കുക. ഇതിനകത്ത് പോലീസിന് ചെയ്യാനുണ്ട്. കാരണം എന്താണെന്ന് ചോദിച്ചാല് ആ പെൺകുട്ടിയുടെ സംസാരം മറ്റേ ഇദ്ദേഹത്തിന്റെ കൂടെ ഉള്ളതല്ല, ആ പുറത്തുനിന്ന് വീട്ടിലെ കുട്ടിയാ. പെൺകുട്ടി എടുത്ത സ്റ്റാൻഡിൽ നിന്ന് പുറകോട്ട് പോകാതെയുള്ള ഒരു സംഭാഷണമാണ് അതിനകത്ത് കാണുന്നത്. ഇതിനകത്തെ സത്യാവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കാൻ അവർ ശ്രമിക്കുന്നില്ല. ശരിക്കും അവര് ധരിച്ചു അവരെന്തോ അപകടമാണെന്ന് ധരിച്ചു. അവർ ധരിച്ചിരിക്കുന്ന മറ്റൊരു രീതിയിലാണ്. അതായത് തെറ്റായ രീതിയിലുള്ള ഒരു എന്നുള്ള രീതിയിലാണ് അവർ കരുതുന്നത്. പക്ഷേ ഇവർക്കും വേണമെന്നുണ്ടെങ്കിൽ അപ്പോൾ പറയാം ഞങ്ങൾ ഇങ്ങനെയാണ് എന്നുള്ളതും ആ പരിസരത്ത് ഇങ്ങനെയുള്ള ആൾക്കാരാണെന്നും പറയാം. പക്ഷെ അതും നമ്മളിപ്പോ ആ വീഡിയോയിൽ അത് കാണുന്നില്ല. അങ്ങനെ ഒരു സംഭാഷണത്തിലേക്ക് കടക്കുന്നില്ല. മാത്രമല്ല ഇദ്ദേഹം ഒരു അഗ്രസീവ് മൂഡിലായിരുന്നു, ഒരു വീഡിയോ ചിത്രീകരിക്കുന്നതിന്റെ മൂഡിൽ തന്നെയായിരുന്നു. അതെന്ത് പറ്റി? എന്റെ വൈഫാണ് ആദ്യം സംസാരിച്ചത്. അപ്പോൾ ഇദ്ദേഹം പറയുന്നത് കാണാൻ പാടില്ലാത്തൊരു കാര്യം കണ്ടു, അപ്പൊ അതെന്താണ് നമുക്ക് അറിയണമല്ലോ. അപ്പൊ അങ്ങനെ ഒരു കാര്യം ചോദിച്ചതുകൊണ്ടാണ് ഞാൻ കുറച്ചുകൂടെ അഗ്രസീവ് ആയത്, അല്ലാതെ വേറൊന്നും. സുഹൃത്തുക്കളെ, ഒരാണും പെണ്ണും ഒരുമിച്ച് ഒരു കാറിലിരുന്നാൽ അവിടെ അവിഹിതമാണോ? നിങ്ങൾ തന്നെ പറ. ഒരാണും പെണ്ണും ഒരുമിച്ച് ഒരു കാറിനുള്ളിൽ ഇരുന്ന് കാര്യം പറഞ്ഞാൽ അത് അവിഹിതമാണോ? ഇന്ന് ഇതുപോലെ ഇപ്പം നമ്മൾ കണ്ട ഒരു പെങ്കൊച്ചുണ്ട്. ആ കൊച്ചിനെ പോലൊക്കെ ചോദ്യം ചെയ്യുന്ന പെൺപിള്ളാരും ഒക്കെ ഇന്നത്തെ കാലത്ത് ഉണ്ടെന്നുള്ളത് പറഞ്ഞാൽ ശരിക്കും ലജ്ജാവഹമാണ്. ഇത് 2026 ഓക്കെ, അതാദ്യം ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഈ പറയുന്ന ഞാൻ 2K കിഡൊന്നും അല്ല കേട്ടോ, ഞാൻ 90s ആണ്. പക്ഷേ ഒരു പെണ്ണിന് ഇഷ്ടപ്പെട്ട വസ്ത്രം ധരിക്കാനും അവർക്ക് ഇഷ്ടപ്പെട്ട ഒരാണിൻ്റെ കൂടെ എവിടെയെങ്കിലും പോയി ഇരിക്കാനും കാര്യം പറയാനും പ്രായപൂർത്തിയായെങ്കിൽ മാത്രം 18 വയസ്സിന് തികഞ്ഞെങ്കിൽ മാത്രം പോയൊരു റൂം എടുക്കാനും ഒക്കെയുള്ള റൈറ്റ്സ് നമ്മുടെ നാട്ടിലുണ്ട്. ഒരാണിന് ഒരു പെണ്ണുമായിട്ട് ഒരു ഫിസിക്കൽ റിലേഷൻഷിപ്പ് നടത്തണമെന്നുണ്ടെങ്കിൽ അത് പെണ്ണിന് പൂർണ്ണ സമ്മതവും പെണ്ണിന് 18 വയസ്സ് തികഞ്ഞ ഒരു പെണ്ണും ആണെന്നുണ്ടെങ്കിൽ അതിൽ പുറമേ നിന്നൊരു വ്യക്തിക്ക് ചോദ്യം ചെയ്യാനുള്ള ഒരു റൈറ്റും ഇല്ല. നമ്മുടെ നിയമം അതിനെ അനുവദിക്കുന്നില്ല. അതാദ്യം നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക, എന്നിട്ട് വന്നിരുന്ന് ഡയലോഗ് അടിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓക്കെ, അല്ലെങ്കിൽ ഒരു പെങ്കൊച്ച് ഡ്രസ്സിന്റെ ഇറക്കം അല്പം കുറഞ്ഞു പോയി കഴിഞ്ഞാൽ ആളുകൾ ചർച്ച ചെയ്യുന്ന കാര്യമാണ്. അതായത് ചില പ്രായമായിട്ടുള്ള ആളുകൾ ചർച്ച ചെയ്യുന്ന കാര്യമാണ്. അവൾ ഇച്ചിരി വിഷയമാണ്. അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ ഒരു സുധാകരൻ തന്നെ എടുത്തു. സുധാകരന്റെ മോള് കുറച്ച് മോഡേൺ ആണ്. സുധാകരന്റെ മോള് പുറത്താണ് പഠിക്കുന്നത്. സുധാകരന്റെ മോള് നാട്ടിൽ വരുമ്പോൾ കുറച്ച് ഇറക്കം കുറഞ്ഞ നിക്കറോ അല്ലെ ഷോർട്സോ അല്ലെങ്കിൽ ഒരു കയ്യില്ലാത്തൊരു ടീഷർട്ടോ ഒക്കെ ഇട്ടുകൊണ്ട് നടന്നു കഴിഞ്ഞാൽ ആളുകൾ പറയുന്ന ഒരു കാര്യമായിരിക്കും, സുധാകരന്റെ മോളിപ്പോ അങ്ങ് ഭയങ്കര പരിഷ്കാരിയായി, അവളത്ര വെടിപ്പൊന്നും അല്ലെന്നേ, അവൾക്ക് ബാംഗ്ലൂർ മറ്റു പല ഇടപാടുകളും ആന്നേ. ഈ രീതിയിലുള്ള വേ ഓഫ് ടോക്ക് നടത്തുന്ന ആളുകൾ പോലും ഇന്ന് നമ്മുടെ സമൂഹത്തിലുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? പക്ഷെ ഉണ്ട്.
അതുപോലുള്ള ഒരുപാട് ആളുണ്ട്. ഒരു പെണ്ണ് കുറച്ച് കുറച്ച് ഷോർട്ടായിട്ടുള്ള കുറച്ച് ഡ്രസ്സ് ഇട്ടുണ്ടെന്ന് പറഞ്ഞാൽ ആ പെണ്ണിനെ പീഡിപ്പിക്കാനുള്ള ഒരു ടെൻഡൻസി ആണ് ആളുകൾക്ക് വരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വിശ്വസിക്കുന്ന വ്യക്തിയൊന്നും അല്ല ഞാൻ. അത് ആ പീഡിപ്പിക്കാൻ വരുന്നവന്മാരുടെ ഒരു മെന്റാലിറ്റിയാണ്. അത് ഇവന്മാർ ഇത് കണ്ടോട്ടൊന്നും ആയിരിക്കത്തില്ല പീഡിപ്പിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ പ്രായം ചെന്ന വൃദ്ധമാരെയൊക്കെ എടുത്തിട്ട് പീഡിപ്പിക്കുന്ന ഇവന്മാരെന്താണ്? വൃദ്ധരല്ല ഇതുപോലെ സ്ലീവ്ലെസ് ആയിട്ടുള്ളതും അതുപോലെ തന്നെ കൈയില്ലാത്തതും കാലില്ലാത്തതും ഒക്കെ ആയിട്ടുള്ളതൊക്കെയാണോ ഇട്ടുകൊണ്ട് നടക്കുന്നത്? ആണോ? നിങ്ങൾ തന്നെ പറയണോ? അല്ല. അത് അവന്മാരുടെ അന്നേരത്തെ ഒരു മെന്റാലിറ്റി അതാണ്. അവന്മാരുടെ മൈൻഡ് സെറ്റ് അപ്പോഴത്തെ സിറ്റുവേഷൻ അതാണ്. അതുകൊണ്ടാണ് അവന്മാരങ്ങനെ ചെയ്യുന്നത്. അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. എന്നിട്ട് വന്നിരുന്ന് ഡയലോഗ് അടിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. സ്ത്രീകളാണോ പുരുഷന്മാരാണോ രണ്ടുപേർക്കും തുല്യത തന്നെയാണുള്ളത്. ഓക്കെ, ആണിന് ഇഷ്ടപ്പെട്ട വസ്ത്രം ധരിക്കാം, പെണ്ണിനും അതുപോലെ ഇഷ്ടപ്പെട്ട വസ്ത്രം ധരിക്കാം. ആണിനും പെണ്ണിനും കൂടെ ഒരുമിച്ച് എവിടെങ്കിലും ഇരുന്ന് കാര്യം പറഞ്ഞെന്ന് കരുതിയോ അല്ലെങ്കിൽ കുറച്ചു നേരം ആ പെണ്ണിന്റെ മടിയിൽ തലയാഴ്ച കടന്നു കരുതി ഇവിടെ ചോദ്യം ചെയ്യാനുള്ള ഒരു റൈറ്റും ഇല്ല. നാട്ടുകാർക്ക് ആർക്കും ഇല്ല റൈറ്റ്. ഓക്കെ, അത്രേ ഉള്ളൂ. അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.